അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച് യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ്. തൊഴിൽ മേഖല ഊർജിതപ്പെടുത്താനാണ് തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രതികരിച്ചു. ഈ വർഷത്തെ ആദ്യ ഇളവാണിത്. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തീരുമാനം. അജയ് സുധ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ പലിശ നിരക്കിലുണ്ടായ ഇളവ് അത് സാധാരണക്കാരായ ജനങ്ങളെ അത് ഏത് തരത്തിൽ ഗുണപ്രദമായി ബാധിക്കുമെന്നുള്ളതാണ്? ആര്യ, 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കൻ ഫെഡറൽ റിസർവിൽ ഇത്ര വലിയൊരു കുറവുണ്ടാകുന്നത്. 25 ബേസിക് പോയിന്റ് കുറച്ച് 4 മുതൽ 4.25% വരെയാണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ പലിശ നിരക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ട്രംപിൻ്റെ പുതിയ താരിഫ് നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ, ഇതെല്ലാം അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഇതിനു മുൻപ് ബൈഡൻ ഭരണകൂടം ആണ് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്ക് കടം വർദ്ധിക്കുന്നത് ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികൾക്കും ബൈഡൻ ഭരണകൂടം ആണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ കയറിയത്. അപ്പോൾ അതിനുശേഷം ഈ തൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം വീണ്ടും മുന്നോട്ട് കുതിക്കും എന്നുള്ള അവകാശവാദത്തോടെ വന്ന്, എന്നാൽ ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയുടെ സാമ്പത്തിക രംഗം കൂടുതൽ തകരാറിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അമേരിക്കയുടെ പണപ്പെരുപ്പ നിരക്ക്. അത് വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അമേരിക്ക സാധാരണയായി അവരുടെ പണപ്പെരുപ്പം അതിൻ്റെ ശതമാനം 2% നിർത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അവരുടെ പണപ്പെരുപ്പ നിരക്ക് അത് കഴിഞ്ഞ ജൂലൈ മാസം നോക്കുകയാണെങ്കിൽ 2.7% ഉയർന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2.9% ഉയർന്നു. ഇത്തരത്തിൽ അവരുടെ പണപ്പെരുപ്പ നിരക്ക് അത് വല്ലാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമുക്കറിയാം, പണപ്പെരുപ്പം കൂടുകയാണെങ്കിൽ ഈ പലിശ നിരക്ക് സാധാരണ വർദ്ധിച്ച നിരക്കിൽ തന്നെയായിരിക്കും ക്രമപ്പെടുത്തുക. എന്നാൽ മറ്റൊരു വലിയൊരു പ്രതിസന്ധി അമേരിക്ക നേരിടുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിൽ നഷ്ടമാണ്. സാധാരണക്കാർക്ക് തൊഴിൽ ലഭിക്കാനില്ല. തൊഴിൽ മേഖലയിലേക്കുള്ള ഹയറിംഗ് വല്ലാത്ത രീതിയിൽ കുറയുന്നു. അപ്പോൾ ഇത് കാരണമാണ് അമേരിക്ക ഈ ഇമിഗ്രൻസിൻ്റെ കാര്യത്തിലെല്ലാം വലിയ നിയന്ത്രണം ഉണ്ടായത്. ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിസ നൽകുന്നത് നിഷേധിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കടന്നത് അവിടെയുള്ള തൊഴിൽ മേഖല ശക്തിപ്പെടുത്താനായിരുന്നു. എന്നാൽ ഇതൊന്നും ഫലപ്രദമാകുന്ന ഒരു നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അവർ കടന്നത്. തൊഴിൽ മേഖല ഇത് കാരണം കൂടുതൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് ഫെഡ് ചെയർമാനായിട്ടുള്ള ജെറോം പവൽ വ്യക്തമാക്കുകയും ചെയ്തത്. അമേരിക്കൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ നിലവിൽ ഇതിലിപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഈ പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ ഇതിൽ ഇന്ത്യൻ വിപണിയിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അറിയാം. ഇന്ത്യയുടെ ഓഹരി വിപണി ഓപ്പണായതിനു ശേഷം ഇന്ത്യയിൽ ഇത് എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകും, ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് സമയത്തിനകം തന്നെ അറിയാം. എന്തായാലും രൂപയുടെ കാര്യത്തിൽ കുറച്ച് രൂപയുടെ നില, ഡോളറുമായിട്ടുള്ള ഒരു വിനിമയ നിരക്കിൽ രൂപയുടെ നില കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഈ പലിശ നിരക്ക് കുറച്ചത് കാരണം. എന്നാൽ മറ്റൊരു ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാര്യം, പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പല ആൾക്കാരും സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കാർക്ക് ഇത് പല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുക. എന്തായാലും അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ എന്താണെന്ന് അറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം. ആര്യ, തീർച്ചയായും. അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.